കുട്ടീസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ? അപ്പോൾ ഇന്ന് നമ്മൾ കിഡിലോ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോകണം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റ്. അപ്പോൾ നമുക്ക് ഇനി പരിപാടി ആരംഭിக்கலாம். ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ലേശം ബട്ടർ ഇട്ട്, ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഒരു വലിയ സവാള, അതേ വലിപ്പത്തിലൊരു തക്കാളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 കാഷ്യൂനട്ടാണ്, പിന്നെ എന്താ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് അതൊന്ന് സോട്ടായി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പനീറിൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് പനീർ എടുത്തിട്ടുണ്ട്. പനീറിൽ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമുക്കിതിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ പനീർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമ്മൾ മൂപ്പിക്കാൻ വെച്ച ഐറ്റംസ് ഒക്കെ എന്തായെന്ന് നോക്കാം. അപ്പം മൂപ്പിക്കാൻ വെച്ച സാധനങ്ങളൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് അതിൻ്റെ പച്ച മണമൊന്ന് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണേ. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ പനീറിനെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്ത് അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ച് ഇച്ചിരി ലേശം വെള്ളം കൂടെ ഒഴിച്ച് കഴുകി ഒഴിച്ച് അതിനെ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. കുറുകി ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മുടെ മിൽമയുടെ പാലാണ്, അതും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെന്താ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അടുത്ത സാധനം കസ്തൂരി മേത്തിയാണ് കേട്ടോ. ഇത് മസ്റ്റാണ്. ഇതിൽ കസ്തൂരി മേത്തി ഇട്ടതിന് ശേഷം നമുക്ക് ഈ പനീർ വന്ന് തുടങ്ങുമ്പോൾ പനീർ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിനെ ഇത്ര കട്ടിയായിട്ട് തിക്കായിട്ട് മാറ്റണത്. അപ്പോൾ നല്ല ക്രീമി ആക്കാൻ വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്താ നമ്മുടെ പനീർ ബട്ടർ മസാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വിശേഷം.